മറ്റൊരു ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ക്രിക്കറ്റ് ആരാധകർ. ഇന്ത്യയും ഇംഗ്ലണ്ടും ഇതിനു മുൻപ് ഏറ്റുമുട്ടിയപ്പോഴുള്ള മത്സരഫലങ്ങൾ തിരയുകയാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ. ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യ ജയം സ്വന്തമാക്കിയത് ഏത് ക്യാപ്റ്റന്റെ കീഴിലായിരുന്നു എന്നതും ചർച്ചയാകുന്നുണ്ട്. രോഹിത് ശർമ്മയുടെ വിരമിക്കലിനെ തുടർന്നാണ് ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. രോഹിത് ശർമ്മയ്ക്ക് മുൻപ് വിരാട് കോഹ്ലിയാണ് ക്യാപ്റ്റൻ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. ഇതിനു മുമ്പ് MS ധോണിയും. ധോണിയുടെ ക്യാപ്റ്റൻസി കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീം ആദ്യമായി ICC റാങ്കിംഗ് പട്ടികയിൽ ഒന്നാമതെത്തുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിക്കൊടുത്ത ക്യാപ്റ്റൻ ധോണിയല്ല. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ തവണ ജയിച്ചത് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ്. 2016 വിരാട് കോഹ്ലി ആദ്യമായി ഇന്ത്യയെ ഇംഗ്ലണ്ട് പരമ്പരയിൽ നയിക്കുന്നത്. ഇന്ത്യയിൽ വെച്ചാണ് അന്ന് ആ പരമ്പര നടന്നത്. മാത്രമല്ല, ഹോം ഗ്രൗണ്ടിൽ വിരാട് കോഹ്ലിക്ക് കീഴിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യ ഇംഗ്ലണ്ടുമായി നടന്ന മത്സരത്തിൽ പരാജയപ്പെടുന്നത്. വിരാട് കോഹ്ലിക്ക് കീഴിൽ ഇന്ത്യൻ ടീം 18 തവണ ഇംഗ്ലണ്ടുമായി ടെസ്റ്റ് മത്സരം കളിച്ചിട്ടുണ്ട്. അതിൽ 10 തവണ ഇന്ത്യ ജയിച്ചു. മറ്റൊരു ഇന്ത്യൻ ക്യാപ്റ്റന്മാർക്കും ഈ റെക്കോർഡിൽ വിരാട് കോഹ്ലിയുടെ അടുത്തെത്താൻ സാധിച്ചിട്ടില്ല. ഈ പട്ടികയിൽ കോഹ്ലിക്ക് തൊട്ടു താഴെയുള്ള ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. ഇംഗ്ലണ്ടുമായി നടന്ന 5 മത്സരങ്ങളിൽ 4 ഇന്ത്യ രോഹിത്തിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ജയം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ 15 ടെസ്റ്റുകളിൽ നിന്ന് 3 വിജയങ്ങൾ മാത്രമാണ് ധോണി ക്യാപ്റ്റനായിരിക്കെ നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യ 9 തോൽവികൾ ഏറ്റുവാങ്ങി. 2011 ടെസ്റ്റ് പരമ്പരയിൽ ധോണി ക്യാപ്റ്റനായിരിക്കെ ഇന്ത്യ 4-0 വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. 2014 ഇന്ത്യക്ക് ഇംഗ്ലണ്ടിൽ ഒരു ജയം മാത്രം സ്വന്തമാക്കി പരമ്പര 3-1 തോൽക്കുകയും ചെയ്തു. ജൂൺ 20 ഇംഗ്ലണ്ടിൽ ലീഡ്സിലെ ഹെഡിംഗ്ലി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നടക്കുന്നത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു പുതുയുഗം ആരംഭിക്കുന്ന ദിവസം കൂടിയായിരിക്കും അത്. ഏതാനും ചില സീനിയർ താരങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ യുവതാരം ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ ഒരുപറ്റം യുവതാരങ്ങൾ ഇറങ്ങുന്ന ആദ്യ പരമ്പരയാണ് നടക്കാൻ പോകുന്നത്. ഈ പരമ്പരയിൽ ഇന്ത്യ ജയം സ്വന്തമാക്കുകയാണെങ്കിൽ അത് പരിശീലകൻ ഗൗതം ഗംഭീറിനും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനും ഗുണം ചെയ്യും. എന്നാൽ ഇന്ത്യയുടെ യുവനിര ഏറ്റുമുട്ടുന്നത് ഇംഗ്ലണ്ടിന്റെ പരിചയസമ്പന്നരായ താരങ്ങളോടാണ്. അതുതന്നെയാണ് ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. രോഹിത്തിന് പകരം ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലും ജസ്പ്രീത് ബുംറയിൽ നിന്ന് വൈസ് ക്യാപ്റ്റൻ സ്ഥാനം എടുത്തുമാറ്റി ഋഷഭ് പന്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ എന്നിവരെ മറികടന്നാണ് പന്ത് ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആകുന്നത്. ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ജസ്പ്രീത് ബുംറ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ടെസ്റ്റുകളിൽ ഇന്ത്യയെ നയിക്കുകയും ചെയ്തു. തുടർച്ചയായ ഫിറ്റ്നസ് പ്രശ്നങ്ങളാണ് ബുംറയെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കാൻ കാരണം. ഇംഗ്ലണ്ടിൽ 5 ടെസ്റ്റുകളുടെ പരമ്പരയിൽ പൂർണ്ണമായും പങ്കെടുക്കാൻ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുണ്ടെന്ന് ബുംറ സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് മുൻപായി അറിയിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. 3 ടെസ്റ്റുകളിൽ കൂടുതൽ കളിക്കാൻ പ്രയാസമുണ്ടെന്നാണ് അറിയിച്ചത്. ഉപനായക സ്ഥാനം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണമായി ഇത് മാറിയിട്ടുണ്ട്. എന്തായാലും ഇംഗ്ലണ്ട് പര്യടനത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ 2025-2027 സൈക്കിളിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ദീർഘകാല ലക്ഷ്യത്തോടെ പുതിയ സംഘത്തെ വാർത്തെടുക്കാനാണ് സെലക്ഷൻ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.